ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ക്ലെൻഡ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്മോൾ ബ്രീഡ് ഡോഗ്സിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ഗാർഡ് ഡോഗിനെ പറ്റിയാണ്, ഡാഷ് ഹണ്ട്. ഞാൻ വളർത്തിയിട്ടുള്ള ഡോഗ് ബ്രീഡ്സിൽ വെച്ചിട്ട് തന്നെ സ്മോൾ ഡോഗ് ബ്രീഡ്സിൽ ഇത്രയും മികച്ച ഒരു ഗാർഡിങ് എബിലിറ്റി കാണിക്കുന്ന വേറൊരു ഡോഗിനെ ഞാൻ വളർത്തിയിട്ടില്ല. കാര്യം നമ്മളുടെ ഒരു റോട്ട് വീലർ അല്ലെങ്കിൽ ഒരു ഡോബർമാൻ്റെ ലെവലിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ഡോഗ് ബ്രീഡാണ് ഡാഷ് ഹണ്ട്. അതിൻ്റെ ആ ഒരു സൈസിൽ വളരെ ചെറുതാണെങ്കിലും അതിൻ്റെ ആ ഒരു ഗാർഡിങ് എബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ധൈര്യം നമുക്ക് വലിയ ഡോഗ് ബ്രീഡ്സിൽ, അതായത് റോട്ട് പോലെയുള്ള ഡോഗ് ബ്രീഡ്സിൽ കാണുന്ന അതേ ആ ഒരു ധൈര്യവും ശൗര്യവും കാണിക്കുന്ന ഒരു ഡോഗ് ബ്രീഡാണ്. ഈ ഒരു ഡോഗ് ബ്രീഡിനുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സ്ഥലത്തിലും വളരെ ചിലവ് ചുരുക്കിയും നമുക്ക് വളർത്താൻ പറ്റിയ ഒരു ഡോഗ് ബ്രീഡാണ് ഡാഷ് ഹണ്ട്. ഇതിനെ വാങ്ങാനാണെങ്കിലും വളരെ തുച്ഛമായ പൈസ, ഒരു 3000-3500 ആ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗാർഡ് ഡോഗാണ് ഡാഷ് ഹണ്ട്. ഈ ഡോഗിനുള്ള ഏറ്റവും മികച്ച ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ ചെറിയ എലി, പെരിച്ചായി, പാമ്പ് അങ്ങനെയുള്ള ഇഴജന്തുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അലേർട്ട് ആവുകയും അത് കൂടാണ്ട് അതിനെ അങ്ങോട്ട് ചെന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി കാണിക്കുന്ന ഡോഗ് ബ്രീഡാണ്. ഇപ്പോൾ എലി, പെരിച്ചായി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് പിടിച്ചിരിക്കും ആ സാധനത്തിന്. അങ്ങനെ കൂടി ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു ഡോഗ് ബ്രീഡിനുണ്ട്. ഈ ഡോഗ് ശരിക്കും ഒരു ഹണ്ടിങ് ഡോഗ് ബ്രീഡാണ്. ഈ ഡോഗിനെ ഡെവലപ്പ് ചെയ്തേക്കുന്നത് തന്നെ ഹണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. ഈ ചെറിയ പൊത്തിലൊക്കെ ഒളിച്ച് നിൽക്കുന്ന മൊയൽ പോലെയുള്ളതിനെയൊക്കെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജർമ്മനിയിൽ ഈ ഒരു ഡോഗ് ബ്രീഡിനെ ഡെവലപ്പ് ചെയ്തെടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ബ്ലഡ് ലൈൻ, ആ ഒരു ഹണ്ടിങ് എന്നുള്ള ഒരു എബിലിറ്റി ഉള്ള ഒരു ഡോഗും കൂടിയാണത്. പിന്നെ ഗാർഡിങ് എബിലിറ്റിയുടെ കാര്യം ശരിക്കും നമുക്ക് വലിയൊരു ഡോഗായിട്ട് തന്നെ വേണമെങ്കിൽ ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റും. അത്രയും മികച്ച ഒരു ഗാർഡിങ് എബിലിറ്റിയും അഗ്രഷനും കാണിക്കുന്ന ഡോഗ് ബ്രീഡാണ്. പരിചയമില്ലാത്തവർ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കടി കിട്ടിയിരിക്കും. ആ ഒരു രീതിയിലുള്ള ഒരു ഡോഗ് ബ്രീഡാണ്. ശരിക്കും സൈസിൽ ചെറുതാണെങ്കിലും ഒരു റോട്ട് വീലർ അല്ലെങ്കിൽ ഒരു ഡോബർമാൻ എങ്ങനെ അഗ്രസീവ് ആവുന്നു ആ രീതിയിൽ തന്നെ അഗ്രസീവ് ആവുന്ന ഒരു ഡോഗ് ബ്രീഡാണ്. പിന്നെ സൈസിൽ ചെറുതാണെങ്കിലും വലിയ ഡോഗ്സിനെ കണ്ടു കഴിഞ്ഞാലും അങ്ങോട്ട് ചെന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിൻ്റെ പറയേണ്ടത് തന്നെയാണ്. ഈ ഡോഗ് ബ്രീഡ് പൊതുവേ പരിചയമില്ലാത്തവരുടെ അടുത്തും മൃഗങ്ങളോടൊക്കെ വളരെയധികം അഗ്രഷനും മറ്റും കാണിക്കുമെങ്കിൽ തന്നെ നമ്മൾ ഓണേഴ്സിൻ്റെ അടുത്ത് വളരെ ലോയൽ, അതുകൂടാണ്ട് വളരെ പ്ലേയിങ് ആയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി കാണിക്കുന്ന ഒരു ഡോഗ് ബ്രീഡും കൂടിയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത്, വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ട്രെയിൻ ചെയ്തതിന് ശേഷം മാത്രം അവരൊക്കെ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. കാര്യം ഇതിന് എന്താ പറയുക, നമ്മളോട് കളിക്കാനുള്ള ടെൻഡൻസി, മീൻസ് പ്ലേഫുൾനെസ് ഇത്തിരി കൂടുതലാണ്. അതുകൊണ്ട് മേത്ത് ചാടാനും മറ്റുമൊക്കെയുള്ള സാധ്യതയും എന്താ പറയുക, അത് അങ്ങനെ ഒരു സ്വഭാവമുള്ളൊരു ഡോഗ് ബ്രീഡാണത്. അപ്പം മേത്തൊക്കെ ചാടുമ്പോൾ നമ്മൾ നെയിലൊക്കെ പ്രോപ്പറായിട്ട് കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ മേത്തൊക്കെ സ്ക്രാച്ചസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അറ്റാക്കിംഗ് എന്നുള്ള രീതിയിലല്ല അത് ചെയ്യുന്നത്. അതിൻ്റെ ഒരു സന്തോഷം അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഒന്നാമത് പൊക്കം കുറവും കൂടി ആയതുകൊണ്ട് നമ്മളുടെ മേത്ത് എപ്പോഴും ചാടി കയറാനുള്ള ഒരു സ്വഭാവം കാണിക്കുന്ന ഒരു ഡോഗ് ബ്രീഡാണ്. അപ്പോൾ കുട്ടികൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന് സൂക്ഷിക്കുക. പിന്നെ അതുകൂടാണ്ട് നമ്മളുടെ മേത്ത് തന്നെയാണെങ്കിലും ചാടി കയറുമ്പോൾ ഈ നെയിലൊക്കെ പ്രോപ്പറായിട്ട് കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടാകും. പക്ഷെ അതൊരു പ്രശ്നമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഡോഗ്സിനെയൊക്കെ വളർത്തുന്നവരാണെങ്കിൽ ഇതൊക്കെ സ്ഥിരമായിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ത്യൻ സ്പിറ്റ്സ് വേഴ്സസ് ഡാഷ് ഹണ്ടിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിൽ വന്നൊരു കമൻറ്റാണ് ഡാഷ് ഹണ്ട് കുരക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ ഒരു ഡോഗ് കുരക്കണം അല്ലെങ്കിൽ മെച്യൂർ ആവണം എന്നുണ്ടെങ്കിൽ അതിനൊരു ഏകദേശം ഒരു വയസ്സ് അല്ലെങ്കിൽ 6 മാസത്തിന് ശേഷമൊക്കെയാണ് ഡോഗ് ശരിക്കും ഒരു ഗാർഡിങ് എബിലിറ്റി കാണിക്കുന്നത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എടുക്കുന്ന ആ ഒരു ഡോഗ് ബ്രീഡിൻ്റെ ബ്ലഡ് ലൈൻ കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അത് ശരിക്കും ഒരു ഷോ ലൈനിൽ വരുന്ന ഒരു ഡാഷ് ഹണ്ട് ആണെന്നുണ്ടെങ്കിൽ പൊതുവെ അത്ര അഗ്രസീവ് ഒന്നും ആയിരിക്കണം എന്നില്ല. അപ്പോൾ എപ്പോഴും അതിൻ്റെ പാരൻസിനെയും കൂടി നോക്കിയിട്ട് വേണം നിങ്ങൾ പപ്പീസിനെ സെലക്ട് ചെയ്യുക. ഇത് നോക്കിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ ഡാഷ് ഹണ്ട് സ്ട്രേഞ്ചേഴ്സിനോടൊന്നും ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയർ ഒന്നും കാണിക്കുന്ന ഡോഗ് ആയിരിക്കില്ല. പക്ക അഗ്രസീവ്, അതായത് സ്ട്രേഞ്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ കുര മാത്രം ഇരിക്കില്ല, കടി ഉറപ്പ്, ആ ഒരു രീതിയിലുള്ള ഡോഗ് ബ്രീഡ്സ് ആണ് ശരിക്കും ഡാഷ് ഹണ്ട്. ഞാൻ വളർത്തിയെന്ന് നിന്നിട്ട് പറയാമെന്നുണ്ടെങ്കിൽ സ്മോൾ ബ്രീഡ്സിൽ വെച്ചിട്ട് അത്യാവശ്യം അഗ്രസീവ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഗാർഡിങ് എബിലിറ്റി തരുന്ന ഒരു ഡോഗ് ബ്രീഡാണ്. പിന്നെ ചിലവിൻ്റെ കാര്യം നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ചിലവ് കുറച്ച് നമുക്ക് വളർത്താൻ പറ്റിയ ഒരു സ്മോൾ ബ്രീഡാണിത്. സാധാരണ സ്മോൾ ബ്രീഡ്സിൽ വരുന്ന അത്രക്ക് ചിലവും കാര്യങ്ങളും അല്ലെങ്കിൽ അത്രക്ക് മെയിൻ്റെനൻസും വരാത്തൊരു ഡോഗ് ബ്രീഡും കൂടിയാണ്. ഇനി നിങ്ങൾ ആദ്യമായിട്ട് ഡോഗിനെ വളർത്തുന്ന ഒരാളാണ്, നിങ്ങൾക്ക് ചിലവ് കുറഞ്ഞ് മേടിക്കാനും അതുകൂടാണ്ട് ചിലവ് കുറഞ്ഞ് വളർത്താനും പറ്റിയ ഒരു ബെസ്റ്റായിട്ട് ഗാർഡിങ് എബിലിറ്റിയും കൂടി തരുന്ന ഒരു ഡോഗ് ബ്രീഡിനെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സംശയവും ഇല്ലാണ്ട് വാങ്ങാൻ പറ്റിയ ഒരു ഡോഗ് ബ്രീഡാണ് ഡാഷ് ഹണ്ട്.
നിങ്ങൾ ഡാഷ് ഹണ്ടിനെയാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും, നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഡോഗ് കുരക്കുന്നില്ല, അതുകൂടാണ്ട് സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നു എന്നുള്ള ഒരു നെഗറ്റീവ് ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു ഡോഗിനെ കുറിച്ച് പറയാൻ പറ്റില്ല. ആകെ വരുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ ഡോഗ് ബ്രീഡ്സിലും ഷോലൈൻ ഡോഗ് ബ്രീഡ്സ് ഉണ്ട്. അവർ പൊതുവേ അഗ്രസീവ് ആയിരിക്കില്ല, അതുകൂടാണ്ട് ഗാർഡിങ് എബിലിറ്റിയും അതൊക്കെ പൊതുവേ കുറവായിരിക്കും. അതേപോലെ തന്നെ ഡാഷ് ഹണ്ടിലും ബ്ലഡ് ലൈനിൽ ഷോലൈനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് പൊതുവേ ഇത്തിരി അഗ്രഷൻ കുറവായിട്ടും അതുകൂടാണ്ട് ഫ്രണ്ട്ലിനെസ്സും കാണിക്കുന്ന ഡോഗ് ബ്രീഡ്സ് ആയിരിക്കും. അപ്പോൾ എപ്പോഴും നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യം, ഡോഗ് ബ്രീഡ്സിനെ വാങ്ങുമ്പോൾ എപ്പോഴും ഷോലൈൻ അല്ലാത്ത, അതായത് അതിൻ്റെ ഒരു പാരൻസിനെ നിങ്ങൾ ചെന്ന് കണ്ടിട്ട് അത്യാവശ്യം നല്ല അഗ്രസീവ് അല്ലെങ്കിൽ അത്യാവശ്യം കുരക്കുന്നൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം മേടിക്കുക. കാര്യം ഷോലൈനിൽ എപ്പോഴും അവർ ട്രെയിൻ ചെയ്യുന്നതും അല്ലെങ്കിൽ ആ ഒരു ഡോഗ് ബ്രീഡിൻ്റെ ജീനിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ല. ഈ ഒരു കാര്യം നോക്കിയിട്ടാണ് നിങ്ങൾ വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് എന്താ പറയുക, ഡോഗ് കുരക്കുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. പിന്നെ പൊതുവേ ഈ ഒരു ഡോഗ് ബ്രീഡിൻ്റെ കാര്യത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ഡാഷ് ഒരു ടോയ് ഡോഗ് ബ്രീഡാണെന്നുള്ളത്. അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഡാഷ് ഹണ്ട് ഒരിക്കലും ഒരു ടോയ് ഡോഗ് ബ്രീഡ് അല്ല. ഡാഷ് ഒരു ഹണ്ടിങ് ഡോഗ് ബ്രീഡാണ്. അതിനെ ഡെവലപ്പ് ചെയ്തേക്കുന്നത് തന്നെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല അഗ്രസീവ് ആയിട്ടുള്ള ഡോഗ് ബ്രീഡും കൂടിയാണ് ഇത്. ചുരുക്കി പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ചെറിയ സ്ഥലത്താണെങ്കിലും വളരെ ചിലവ് കുറച്ച് വളർത്താൻ പറ്റിയ മികച്ച ഗാർഡിങ് എബിലിറ്റി, ഒരു റോട്ട് വീലർ അല്ലെങ്കിൽ ഒരു ഡോബർമാൻ എന്ത് ഗാർഡിങ് എബിലിറ്റി തരുന്നു അതേ റേഞ്ചിലുള്ള ഗാർഡിങ് എബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡോഗിനെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി വാങ്ങാൻ പറ്റിയ ഒരു ഡോഗ് ബ്രീഡാണ് ഡാഷ് ഹണ്ട്. ഇത് കൂടാണ്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഡാഷ് ഹണ്ടിനെ വളർത്തിയിട്ട് അല്ലെങ്കിൽ വളർത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ്, അതായത് ഡാഷ് ഹണ്ട് ഒരു നല്ലൊരു ഗാർഡ് ഡോഗ് ആണോ അല്ലയോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ദെൻ ഹാവ് എ നൈസ്